ഹായ്. സോ നമ്മൾ ആദ്യം തന്നെ കുറേ സോറി പറയാനുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ മാച്ചിൻ്റെയും പോസ്റ്റ് മാച്ചും പ്രീ മാച്ചും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. റൂണി ഇവിടെ ഇല്ല. വണ്ടിയുടെ വളരെയധികം ശബ്ദം. സോ റൂണി മഹാരാഷ്ട്രയിലാണ്. ആൻഡ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടിയില്ല. പിന്നെ പ്ലസ് മാച്ച് കാണാൻ പറ്റിയില്ല. ഞാൻ പുറത്ത് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയുടെ ആവശ്യം കാരണം പുറത്ത് പോയതാണ്. ആൻഡ് അപ്പം ബാംഗ്ലൂരായിരുന്നു. അവിടെ ഭയങ്കര ബിസി ആയിരുന്നു. ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പുറകിൽ ഭയങ്കര ബിസി ആയിരുന്നു. മാച്ച് കാണാൻ പറ്റിയില്ല. സോ അങ്ങനെ പ്രീ മാച്ചും പോസ്റ്റ് മാച്ചും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് പക്ഷെ എന്നാലും നമുക്ക് പോസ്റ്റ് മാച്ച് ചെയ്യണമല്ലോ. നമ്മുടെ ഗെയിം എങ്ങനെയായിരുന്നു നമുക്ക് പറയണമല്ലോ. അപ്പൊ അത് ചെയ്തില്ല. പിന്നെ ഈ പ്രാവശ്യം പ്രീ മാച്ചും ചെയ്യാൻ പറ്റിയില്ല. സെയിം റീസൺ തന്നെ. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. വീണ്ടും പോകേണ്ട ആവശ്യം വന്നു. സോറി പ്രീ മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് പോസ്റ്റ് മാച്ചിലേക്ക് കടക്കാം. സോ അതിന് മുമ്പ് എല്ലാവർക്കും വളരെ സോറി പറയുന്നു. ഓക്കെ, ജിജിൻ ഇന്നലെ മാച്ച് കാണാൻ പോയായിരുന്നു. സോ ജിജിൻ, എന്താണ് ജിജിന്റെ മാച്ച് കണ്ടിട്ടുള്ള ഒരു വെള്ളിയായിരിക്കും? വളരെ നന്നായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഇന്നലെ കോച്ച് തീരുമാനിച്ച പ്ലേയിങ് 11 വളരെ സൂപ്പറായിരുന്നു. റിനാൻഡോനെ മിസ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഇതുണ്ടായത്, റാഫിനെ വലിച്ചിട്ട് റിനാൻഡോനെ ഇറക്കിയായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നാണ്. റൈറ്റ് വിങ്ങില്. കാരണം റാഫി വെറുതെ എന്തിനു വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ബോളിട്ടൊരു അറ്റംപ്റ്റ്, അവര് കളിച്ചു വരികയാണെങ്കിൽ ബോളിട്ടൊരു അറ്റംപ്റ്റ് പോലും ചെയ്യാതെ വെറുതെ അവിടെ ഇങ്ങനെ തേരാപ്പാല ഓടി നടക്കുകയാണ്. ഹെഡർ വിൻ ചെയ്യണ്ടായിരുന്നു, അത് ഒരു കാര്യമായിരുന്നു. ഹെഡർ വിൻ ചെയ്ത് ബെൽഫോണിന് പാസ്സാക്കി കൊടുക്കണ്ടായിരുന്നു. പക്ഷെ റാഫി, എനിക്ക് റാഫിയുടെ ആ സ്ഥാനത്ത് റിനോന്റെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ചാൻസ് കിട്ടിയത് അത് ഗോളാക്കിയായിരുന്നു. റാഫി പറഞ്ഞാൽ അടിച്ച് വെറുതെ ബോളിക്ക് കൊടുത്ത് നല്ല വെയിറ്റ് ഉള്ള അടിയായിരുന്നു. വെയിറ്റിൽ അതെല്ലാം അടിച്ച് പൊളിക്കാന്നുള്ള രീതിയിൽ അടിക്കുകയായിരുന്നു. അത് സൈഡോ ഒരു ആക്രസ് നോക്കാതെ വെറുതെ അടിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് കളി നല്ല സൂപ്പർ കളിയായിരുന്നു. കളി ഡോമിനേറ്റ് ചെയ്തായിരുന്നു. ഞാൻ മാച്ച് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അവരുടെ മിഡ്ഫീൽഡിലാണ് നമ്മളെക്കാട്ടും കൂടുതൽ നന്നായിട്ട് കളിച്ചത്. അവരുടെ മിഡ്ഫീൽഡിലെ ലൂക്കാസ് എന്ന് പറഞ്ഞാൽ അവൻ നല്ല പ്ലേ മേക്കിംഗ് ആയിരുന്നു. എല്ലാം അവൻ ബോൾ സെന്ററിൽ നിന്ന് ബാക്കിൽ നിന്ന് മേടിച്ച് അവൻ തന്നെ കളിപ്പിച്ചു. ആ ഒരു പ്ലെയറിലൂടെയാണ് അവരുടെ കളി പോയതെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഫുൾ കളി ആ ഒരു പ്ലെയറിലൂടെയായിരുന്നു. ബാക്കി എല്ലാവരും വരുന്ന വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു. ജിങ്കൻ സൂപ്പറായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം മേത്ത ഹുസൈൻ ആയിരുന്നു ഇന്നത്തെ കളിയുടെ ഹീറോ ഓഫ് ദി മാച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളത്. മേത്ത ഹുസൈൻ അവരുടെ അറ്റാക്കുകൾ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യണ്ടായിരുന്നു. മേത്ത ഹുസൈൻ എല്ലാ ബോളും ഇന്റർസെപ്റ്റ് ചെയ്യായിരുന്നു. മേത്ത ഹുസൈൻ മരിച്ച് തന്നെ കളിക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് മേത്ത ഹുസൈൻ ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാത്തിലും മേത്ത ഹുസൈൻ ആയിരുന്നു ഫുള്ള്. എനിക്ക് തോന്നുന്ന ടീമിനെ ഒരു ഇത് ചെയ്തുകൊണ്ടിരുന്നത് മേത്ത ഹുസൈൻ ആയിരുന്നു. പക്ഷെ നിർഭാഗ്യം എനിക്കറിയില്ല ഇവര് എന്തുകൊണ്ടാണ് മേത്ത ഹുസൈനെ ഒന്നും ഹീറോ ഓഫ് ദി മാച്ചോ അതൊന്നും കൊടുക്കാതെ വേറെ ആൾക്കാരൊക്കെയാണ് കൊടുത്തത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം മേത്ത ഹുസൈനിന്റെ അപ്പുറം മരിച്ച് കളിച്ച ഫിറ്റസ്റ്റ് പ്ലെയറും വേണമെങ്കിൽ മേത്ത ഹുസൈന് തന്നെ കൊടുക്കായിരുന്നു. അത്രയും അടിപ്പനായിട്ടാണ് മേത്ത ഹുസൈൻ കളിച്ചത്. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല മേത്ത ഹുസൈന്റെ കാര്യം. കാരണം മേത്ത ഹുസൈന്റെ റോളും ആരും ശ്രദ്ധിക്കാത്തൊരു റോളാണ്. ഡിഫെൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ഒരു റോളാണ്. അതായത് മറ്റുള്ളവരുടെ അറ്റാക്ക് മുൻകൂട്ടി കണ്ട് അവരെ ഏത് രീതിയിലുള്ള അറ്റാക്കാണ് വരുന്നത്, അവരെ ആർക്കാണ് ഇനി പാസ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞിട്ട് ആ ഒരു പാസ് ഇന്റർസെപ്റ്റ് ചെയ്യുക. അതായത് ടാക്കിൾ ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ആ പാസ് മറ്റേ പ്ലെയറിൽ എത്തുന്നതിന് മുമ്പ് പാസ് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോർവേഡിന് പാസ് ചെയ്യുക. നല്ല പൊസിഷനിലുള്ള ഒരു പ്ലെയറിനെ, നല്ല ഗ്യാപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയറിന് പാസ് ചെയ്യുക. പിന്നെ അവര് കളിച്ച് കയറുക. അപ്പൊ ഈ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പ്ലെയറിനെ മിക്കവാറും കാണില്ല. ആ പ്ലെയർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും മിക്കവാറും ടീം കാണാറില്ല. പക്ഷെ അത് ഭയങ്കര ടാക്ടിക്കൽ പൊസിഷനാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. അല്ല, ഫ്ലെയർ പൊസിഷൻ അല്ല. ഫ്ലെയർ പൊസിഷൻ മേത്താബിന്റെ ബുദ്ധിയാണ് എല്ലാത്തിനും. നല്ല സൂപ്പർ കളിയായിരുന്നു മേത്താവ്. ഹോസ് ആണെങ്കിൽ നല്ലതായിരുന്നു. ഹോസ് ഡിഫൻസ് ഒക്കെ കുഴപ്പമുണ്ടായില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ. ഹ്യൂസ് തിരികെ വന്ന് ഗോൾ അടിച്ചു. ഹ്യൂസിന്റെ ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെ ഉണ്ടായി ഹ്യൂസിന്റെ.
ക്യാപ്റ്റൻ എന്ന നിലയിലും എല്ലാം നെയ്സൺ തിരിച്ചു വന്നു. നെയ്സന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 7-ാം മിനിറ്റിൽ തന്നെ നെയ്സന്റെ ഭാഗം ഒരു അട്ടിപ്പൻ ഗോൾ. അത് ഒരു നട്ട്മേഗ് ഇട്ടിട്ട് ഒരു ഡിഫൻഡർ ബോൾ വിൻ ചെയ്യാൻ നോക്കി, എയർ ബോൾ വിൻ ചെയ്യാൻ നോക്കി, അവന്റെ അവിടെ നിന്ന് നെയ്സൺ ഓടി, നല്ല പേസിൽ ഓടി, നട്ട്മേഗ് ഇട്ട് കഴിഞ്ഞിട്ട് ഒറ്റ ഷൂട്ട് ചെയ്തു. ആ ഫിനിഷിംഗ് തന്നെ അത് അടിപ്പൻ പ്ലേസിങ്, അത് ഒരു സ്ലൈഡിംഗ് ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ അതെ, അവിടെ ഫൗളിന് വേണ്ടി ഒന്നും നിന്നില്ല, ഫിനിഷ് ചെയ്ത് നല്ലൊരു ഇതായിരുന്നു. അത് നല്ലൊരു ഇതായിരുന്നു. അത് നമ്മൾ വിനീത് ഒരു ചാൻസ് കിട്ടിയത്, തുടക്കത്തിൽ തന്നെ ഒരു ചാൻസ് കിട്ടി, അത് കഴിഞ്ഞിട്ട് ഒരു ചാൻസ് കിട്ടി, പക്ഷെ വിനീതിന് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. വിനീതിന്റെ ഒരു പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ടീമിന് ഫിറ്റ്നസ് ഇത്തിരി കുറവാണെന്ന് തോന്നി. 70 മിനിറ്റ് ആയപ്പോൾ തന്നെ ബെൽഫോർട്ട് ചത്തു, എല്ലാരും ചത്ത്, ഓടല്ല, പിന്നെ കളി സ്ലോ ആയി. അത് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഹ്യൂമിഡിറ്റിയും ഭയങ്കര ഒരു ഫാക്ടറാണ്. അത് തന്നെയല്ല, നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ഘടനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അങ്ങനെ അധികം കാറ്റ് കയറാത്ത രീതിയിലാണ്, ചുറ്റും കവേർഡ് ആണ്, അപ്പൊ അധികം കാറ്റ് കയറാത്ത രീതിയിലാണ്. ഇപ്പൊ പ്ലേയേഴ്സിന് യാതൊരു തരത്തിലുള്ള ഒരു ആശ്വാസവും കിട്ടാത്തത്. പക്ഷെ അത് ആക്ച്വലി നമുക്ക് ഗുണമാണ്. കാരണം നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുന്ന, മറ്റുള്ള കൊച്ചി സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുന്ന മറ്റേ ടീമിനൊക്കെ തളർത്തി കളയുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഇതാണ്. നമ്മുടെ സ്റ്റേഡിയം ലൈക്ക് ഫുൾ കവേർഡാ. ഞാൻ അതിലേക്ക് ഒരു ടാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, കളിയുടെ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ ടാക്ടിക്കലായിട്ട് നമ്മുടെ പ്രസ്സിങ് വളരെ അത്യുജ്വലമായിരുന്നു. അതായത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിന് 2 മോഡ് ഉണ്ടായിരുന്നു. ഒരെണ്ണം നോർമൽ മോഡും ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞ ഹൈ പ്രസിംഗ് മോഡും ഉണ്ടായിരുന്നു. അതാണ് ആക്ച്വലി മറ്റേ നമ്മുടെ ഓപ്പോസിഷനെ കൺഫ്യൂസ്ഡ് ആക്കിയെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നോർമൽ മോഡിൽ കളിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും നമ്മുടെ ഹാഫിലാണ്. പക്ഷെ നമ്മുടെ ഹാഫിൽ തന്നെ ഒരു ഇത്തിരി ബാക്ക് ലൈൻ ഇത്തിരി റേസ്ഡ് പൊസിഷനിൽ, അതായത് ഒരു സെൻട്രൽ ലൈനോട് കൂടെ അടുത്ത് നിൽക്കുന്ന പൊസിഷനിലാണ്, ഭയങ്കര കോമ്പാക്ട് രീതിയിലാണ് നിന്നുകൊണ്ടിരുന്നത്. 2 പ്ലേയേഴ്സ് നമ്മുടെ ഹാഫിൽ നിന്ന് അപ്പുറത്ത് അവരുടെ ഡിഫൻസിൽ ബോൾ പാസ് ചെയ്യാൻ നേരത്ത് 2 പ്ലേയേഴ്സ് പ്രസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബോള് വരാൻ നേരത്ത് നോർമൽ മോഡ്, ആ ബോള് വന്ന് നമ്മുടെ മിഡ്ഫീൽഡിന്റെ ഏരിയയിലേക്ക് വരാത്ത നമ്മൾ പ്രസ്സിംഗ് തുടങ്ങി നമ്മൾ ബോൾ വിൻ ചെയ്തിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് പോവാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഗോളിൽ വന്നത്. പക്ഷെ സെക്കൻഡ് ഗോളിൽ വന്നത് നമ്മൾ കുറച്ചും കൂടെ ഹൈ പ്രസ്സിംഗിൽ വന്നതാ. അതായത് നമ്മുടെ ടീം ഹാഫ് ലൈനിന്റെ കുറച്ച് പുറകിൽ നിൽക്കുന്നതിന് പകരം നമ്മൾ ഇച്ചിരി കൂടെയും ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഡിഫൻസിനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ നോക്കുക. അപ്പൊ ഡിഫൻസിന് വളരെ വിഷമാവസ്ഥയിലായിട്ട് അവർക്ക് അവരുടെ ഏരിയയിൽ തന്നെ കളിക്കേണ്ടത്. അങ്ങനെയാണ് അവര് ആ ഒരു കോർണർ അവർ കൺസീഡ് ചെയ്യാനും അവിടെ നിന്ന് പിന്നെ നമ്മുടെ കളി വന്നിട്ട് ഗോള് ആയിട്ട് വരാനും അങ്ങനെ 2 തരത്തിലുള്ള മോഡിൽ കളിക്കുന്നതായിട്ട് കാണാൻ പറ്റി. നമ്മുടെ കോപ്പലിന് അതിന് ക്രെഡിറ്റ് കൊടുക്കാണ്ടിരിക്കാൻ വയ്യ. കാരണം നമ്മൾ കളിച്ചത് കൂടുതൽ കൗണ്ടർ അറ്റാക്ക് ആണ്. കൗണ്ടർ അറ്റാക്ക് ആണെങ്കിൽ നമ്മൾ നല്ല പ്രസ്സിങ്ങിലാണ് കളിച്ചത്, നമ്മുടെ മിഡ്ഫീൽഡ് നല്ല പ്രസ്സിങ്ങിലായിരുന്നു. പിന്നെ പെട്ടെന്ന് മോഡ് മാറിയപ്പോഴത്തേക്കും നമ്മുടെ അറ്റാക്കേഴ്സ് നല്ല പ്രസ്സിംഗ് ആയി. അപ്പൊ മിഡ്ഫീൽഡേഴ്സിന് കുറച്ച് റിലാക്സേഷൻ. പിന്നെ നമ്മൾ വീണ്ടും മോഡ് മാറി, നമ്മൾ വീണ്ടും മിഡ്ഫീൽഡ് പ്രസ്സിംഗിലേക്ക് വന്നു. പിന്നെ മോഡ് മാറി, പിന്നെ അറ്റാക്കിംഗ് പ്രസ്സിംഗിലേക്ക്. അങ്ങനെ പലപ്പോഴും മോഡ് മാറി കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്തെ ഗോവ ടീമിന് ഇത്തിരി കൺഫ്യൂസ്ഡ് ആയി. അവരുടെ പൂനെ ടീമിന് ഇത്തിരി കൺഫ്യൂസ്ഡ് ആയി. അവർക്ക് അവരുടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല. അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നമ്മുടെ ഗെയിം റീഡ് ചെയ്യാനുള്ളൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും മോഡ് മാറിക്കൊണ്ടിരിക്കണോണ്ട്. അത് നല്ലൊരു ടാക്ടിക്സ് ആയിരുന്നു. കോച്ചിന് ഈ വിൻ തർലി ഡിസേർവ്സ് ഫോർ കോച്ച്. പിന്നെ ജർമ്മൻ നല്ല കളിയായിരുന്നു. സന്ദീപ് നന്ദിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സന്ദീപ് നന്ദി സൂപ്പർ സേവ് ഉണ്ടായിരുന്നു. ഗോളെന്ന് പ്രതീക്ഷിച്ച ഒരെണ്ണം സേവ് ചെയ്തു. പക്ഷെ എനിക്ക് ഫ്രീ കിക്ക് അത് നന്ദിക്ക് അങ്ങനെ അധികം ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫ്രീ കിക്കിന് നന്ദി ഓൾറെഡി തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് കമ്മിറ്റഡ് ആയി റൈറ്റ് സൈഡിലേക്ക് മൂവ്മെന്റ് തുടങ്ങി ആ റോളിങ്ങില്. പിന്നെ ഇപ്പഴത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റൈറ്റ് സൈഡിലേക്ക് ചാടുക എന്ന് പറയണത് ലെഫ്റ്റ് സൈഡിലേക്ക് ചാടുക എന്ന് പറയണത് അത് ഭയങ്കര എന്താ പറയുന്നത്, ഇച്ചിരി ഹാർഡാണ്. കാരണം നമ്മൾ മൂവ്മെന്റ് ഓൾറെഡി ഇങ്ങോട്ട് വന്നു, പിന്നെ ഇപ്പുറത്തേക്ക് ചാടുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര മൊമെന്റം കിട്ടില്ല അങ്ങോട്ട് ചാടാൻ വേണ്ടി. അപ്പൊ അത് വളരെ ഒരു നന്ദി കുറച്ചും കൂടെ ലൂസ് ഫുഡിൽ എക്സ്പീരിയൻസിന്റെ കുറവാണ്. ബോൾ കണ്ടു കഴിഞ്ഞിട്ട് ഉള്ള മൂവ്മെന്റിൽ നിൽക്കണം, അല്ലാണ്ട് കാണാണ്ട് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിൽ ഒരിക്കലും പോകരുത്. പക്ഷെ അത് എക്സ്പീരിയൻസില്ല. പക്ഷെ നല്ല ഗോൾ കീപ്പിംഗ് ആയിരുന്നു.
അതെ. പിന്നെ ഇഷ്ഫാഖ് അഹമ്മദ് അവസാനം ഇറങ്ങി നമ്മുടെ അസിസ്റ്റന്റ് കോച്ച്. നല്ല നല്ല കളി. ഒരു ഇഷ്ഫാഖ് അഹമ്മദ് കുറച്ചും കൂടി ഡിഫെൻസീവ് മൈൻഡഡ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബോളൊക്കെ വിൻ ചെയ്യണ്ടായിരുന്നു, നന്നായിട്ട് വിൻ ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഒരു നല്ല കൺവിൻസിങ് അറ്റാക്ക് നടത്താൻ പറ്റില്ല. പിന്നെ ജിങ്കൻ അവസാനം റൈറ്റ് വിങ്ങിലൂടെ കയറി വന്നത് എങ്ങനെയുണ്ടായിരുന്നു? ഒരു പാസ് വിനീതിന് മര്യാദക്ക് അടിക്കാൻ പറ്റാണ്ടിരുന്നു, വിനീത് അടിച്ച് പൊക്കത്തേക്ക് വിട്ട്. അത് നല്ലൊരു റണ്ണായിരുന്നു ജിങ്കൻ ഉണ്ടാക്കിയത്. ആരാണ് കളിച്ചു ബെൽഫോർഡിന് പാസ് കൊടുത്തു, വിനീത് കളിച്ചു വന്നു, ബെൽഫോർഡിന് പാസ് ചെയ്തു. ബെൽഫോർഡിന് പക്ഷെ ക്ലീൻ ഗോൾ ഇടാം. അത് നല്ലൊരു അടി അടിക്കേണ്ടത്. പക്ഷെ ബെൽഫോർഡ് അപ്പോഴത്തേക്ക് തളർന്നിരിക്കുന്നു, കാലിൽ ശക്തി ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ആ ഒരു സെക്കൻഡിൽ നല്ലൊരു കളി അടി അടിക്കേണ്ടതായിരുന്നു. പക്ഷെ ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ പൂനെ ഹെങ്ബേർട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെങ്ബേർട്ട് മരിക്കാത്തൊരു പോരാളിയാണ്. അവിടെ മേത്താബ് ഹുസൈനെ പോലെ മരിച്ചു കളിച്ച വേറൊരു പ്ലെയർ ആണ് ഹെങ്ബേർട്ട്. അവരെ കൊണ്ട് കളിപ്പിക്കുക നല്ല നല്ല രീതിയിൽ തന്നെ ഹെങ്ബേർട്ടും കളിച്ചു. പിന്നെ വിനീതിന്റെ ആ അസിസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹ്യൂസിനുള്ള ഹ്യൂസ് പോട്ടെ ഹ്യൂസിനല്ല അല്ല. പക്ഷെ വിനീത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനീത എന്റെ ഒരു കണക്കൂട്ടലില് വിനീത് ആദ്യം ഒരു അടിക്ക് ശ്രമിച്ചു. അപ്പൊ വിനീതിന് മനസ്സിലായി കാണും ആംഗിൾ ഇത്തിരി ടൈറ്റ് ആണ്, അടി പോവില്ലെന്ന് മനസ്സിലായി കാണും. പിന്നെ ഷോട്ട് ചെക്ക് ചെയ്ത് ആക്യുറസി കൂട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ ഷോട്ട് ചെക്ക് ചെയ്തു വിനീതിന്റെ ഷിന്നിലാ ബോൾ ഇടിച്ചത്, ലൂപ്പായി. അത് നമ്മുടെ ഹ്യൂസ് തക്കത്തിൽ മുതലാക്കി വന്ന് ഹെഡ് ചെയ്ത് ഗോൾ ഇട്ടു. വിനീത് ആ ചെക്ക് ചെയ്ത് എന്തുകൊണ്ട് നന്നായി. സാധാരണ ഇന്ത്യൻ പ്ലേയേഴ്സിനെ കുറിച്ചുള്ള പ്രോബ്ലം എന്താന്ന് പറയാ, ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൽ കളിക്കുന്ന ആളാണ്. മനസ്സിലൊന്നും വന്നു കഴിഞ്ഞാൽ അത് ഒറ്റടി അത്രേ ഉള്ളൂ. പിന്നെ റാഫിയൊക്കെ മനസ്സിൽ വന്ന കളി അങ്ങ് കളിച്ചു കളയും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സിറ്റുവേഷൻ അസസ് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മുടെ കളി ചേഞ്ച് ചെയ്യണ പരിപാടി ഇന്ത്യൻ പ്ലേയേഴ്സിന് കുറവാണെന്നാണ് നമ്മുടെ ISL കളിക്കുന്ന ഫോറിൻ പ്ലേയേഴ്സ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായിട്ട് വിനീത് ആ ഒരു ഷോട്ട് ചെക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഷിന്നിൽ ഇടിച്ചു. അത് ആക്ച്വലി വിനീതിന് വളരെ എന്താണ് ഒരു നല്ലൊരു സംഭവമായിട്ട് മാറി, നമ്മുടെ ടീമിന് നല്ലൊരു സംഭവമായിട്ട് മാറി. നമ്മൾ ഗോൾ സ്കോർ ചെയ്തു. സോ അത് നമുക്കൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ അവരുടെ ആ ഗോളിനെ കുറിച്ച്, ജിങ്കന്റെ ഡിഫൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജിങ്കൻ നല്ല ഡിഫൻസിങ് ആയിരുന്നു. പല സമയത്തും അവരുടെ എൻഡോയെ എന്ന് പറഞ്ഞ പ്ലെയറിനെ അവിടെ ജിങ്കൻ ടൈറ്റ് ആയിട്ടിട്ട് ജിങ്കൻ ഫ്രീ ആയിട്ട് വിടും. പക്ഷെ മാർക്കിംഗ് കറക്റ്റ് ആണ്. കളി അവനെ കൊണ്ട് കളിപ്പിക്കില്ല. അതന്നെ, അത് നല്ല രീതിയിൽ നല്ലൊരു ടാക്ടിക്കൽ ഗെയിമാണ്. അവൻ വിചാരിക്കും അവൻ ഫ്രീ ആണെന്ന് അവൻ വിചാരിക്കും, പക്ഷെ ബോൾ വന്ന മൊമെന്റ് ജിങ്കൻ അവന്റെ ഒപ്പം ഉണ്ടോ. അത് ഭയങ്കര ടാക്ടിക്കൽ ആണ്. പെനാൽറ്റി ബോക്സിന്റെ അകത്ത് വെച്ച് ജിങ്കൻ നല്ല ടാക്കിൾ ചെയ്ത് അവസാനം ഗോൾ കിക്ക് കിട്ടി. അങ്ങനത്തെ ഇതൊക്കെ പല ഇതൊക്കെ ഉണ്ടായിരുന്നു. ജിങ്കൻ സൂപ്പർ ആയിരുന്നു, നല്ല അടിപൊളി ഡിഫെൻഡിങ് ആയിരുന്നു. പക്ഷെ ജിങ്കന്റെ കൺസിസ്റ്റൻസി കൂടി കഴിഞ്ഞാൽ ജിങ്കന് പുറത്തേക്ക് വിളി വരും, ഉറപ്പുള്ള കാര്യമാണ്. ജിങ്കന് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇപ്പൊ പുറത്ത് കളിക്കാൻ യോഗ്യതയുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ്. ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ലീഗില്, ഡച്ച് ലീഗിലോ എവിടെയെങ്കിലും കളിക്കാൻ യോഗ്യതയുള്ള ഒരു പ്ലെയറിൽ ഒരാളാണ് ജിങ്കൻ. സോ ജിങ്കൻ ആ ഇടയ്ക്ക് ജിങ്കൻ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുന്നത്, അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിങ്കൻ തീർച്ചയായിട്ടും നല്ലൊരു ടീമിൽ ജിങ്കൻ യൂറോപ്യൻ ഫുട്ബോളൊക്കെ കളിക്കുന്ന നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇച്ചിരി കൂടെ ജിങ്കന്റെ ഗെയിം സ്റ്റെപ്പ് ചെയ്യണം. ഒരു കുറച്ചും കൂടെ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഏതെങ്കിലും ഡച്ച് ലീഗിലോ ആ ലെവലിലൊക്കെ ജിങ്കന് കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജിങ്കൻ എന്തായാലും ഗെയിം പ്ലീസ് ഡു സ്റ്റെപ്പ് അപ്പ്. ബെൽഫോർട്ട് ഒരു കോമ്പിനേഷൻ സൂപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആയി. കോച്ച് നല്ലൊരു തീരുമാനം തന്നെ എടുത്തത്, നെയ്സനും ബെൽഫോർട്ടും ഇറങ്ങാൻ. അതിന്റെ ഇടയിൽ റാഫി മാത്രമാണ് ഒരു ഘടകമായിട്ട് ഇരുന്നത്. പക്ഷെ റാഫിയുടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. റാഫിക്ക് ആ ഓട്ടത്തിലുള്ള പഴയതുപോലെ ഒരു ഇതില്ല, ഓടാൻ പറ്റില്ല. ബോള് ഓടിച്ചെന്ന് 50-50 ബോളൊന്നും റാഫി ഓടിച്ചെന്ന് വിൻ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഡിഫൻസിംഗ് ആയിട്ട് റാഫി പോരാ. പക്ഷെ അത് കുഴപ്പമില്ല, റാഫി എന്തായാലും അറ്റാക്കർ ആലോ. പിന്നെ പ്രസ്സിങ് റാഫി കുറവാണ്. കാരണം മെയിൻലി റാഫിയുടെ എന്താണ് എൻഡ്യൂറൻസ് കൂട്ടണം, മാച്ചിലുള്ള എൻഡ്യൂറൻസ് കൂട്ടണം. റാഫി ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എൻഡ്യൂറൻസ് ആണ്. എൻഡ്യൂറൻസ് റാഫി കൂട്ടിയിരിക്കണം, അല്ലെങ്കിൽ റാഫിയുടെ അടുത്ത വർഷം വരാത്ത റാഫി
ISL തന്നെ ടീമിൽ ഇല്ലാത്തൊരു അവസ്ഥയിലെത്തും. സോ റാഫി എന്തായാലും എൻഡുറൻസിൽ വർക്കൗട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. 50-50 ബോള് മരിച്ചെന്ന് നമ്മുടെ ഹ്യൂമൊക്കെ ഓടിച്ചെന്ന് മരിച്ചെന്ന് വിൻ ചെയ്യണം, അല്ലെ റാഫി മരിച്ചെന്ന് വിൻ ചെയ്യണം. ആ ഒരു ലെവലിലേക്ക് റാഫി വരണം. പിന്നെ നമ്മുടെ ഓവറോൾ ഗെയിം പറയുകയാണെങ്കിൽ നമ്മൾ ടാക്ടിക്കലി കളിച്ചത് കൗണ്ടർ അറ്റാക്ക് ആണ് കളിച്ചത്. അത് നന്നായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ബോൾ പ്രസിങ് പല രീതിയിൽ നമ്മൾ ഫോർവേഡ് പ്രസിങ് ചെയ്തു, ഫോർവേഡ് ഹൈ ലൈൻ പ്രസിങ് ചെയ്തു, പിന്നെ നമ്മൾ മിഡ്ഫീൽഡ് ഹൈ ലൈൻ പ്രസിങ്, ഈ 2 ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് സക്സസ്ഫുൾ ആയിട്ട് ടീം ഒരേപോലെ ഷിഫ്റ്റ് ചെയ്തു. അതായത് മിഡ്ഫീൽഡ് ഹൈ ലൈൻ പ്രസിംഗിൽ നിന്ന് ഫോർവേഡ് ഹൈ ലൈൻ പ്രസിംഗിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരേപോലെ ഷിഫ്റ്റ് ചെയ്തു. അതൊക്കെ ടീമിനെ ഒരുക്കിയെടുത്ത കോച്ചിനും ടീമിനും പോകുന്നതാണ്. സോ ദാറ്റ് വാസ് എ ടീം വിൻ. നമ്മൾ നന്നായിട്ട് കളിച്ചു ജയിച്ചു. പിന്നെ അവസാനത്തെ ഗോള് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിങ്കൻ ആ ഒരു ടാക്കിള് അത്രയും ഹൈ ആയിരിക്കുമ്പോഴത്തേക്കും ഷോൾഡർ ടു ഷോൾഡർ വന്നയില് ഫിഫയിലുള്ള റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫുട്ടും ഗ്രൗണ്ടിലായിരിക്കണം. ജിങ്കൻ മരിച്ച് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്ക് ഒന്ന് ജിങ്കൻ ഒഴിവാക്കിയായിരുന്നെങ്കിൽ ആ ഗോൾ വീണ്ടായിരുന്നു. ജിങ്കൻ ഒന്ന് ആ പ്ലെയറിനെ ഒന്ന് കവർ ചെയ്താൽ മതിയായിരുന്നു. ആ പ്ലെയർ ഷൂട്ട് ചെയ്യാണ്ട് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യാണ്ട് നോക്കിയാൽ മതിയായിരുന്നു. ജിങ്കൻ അവിടെ നന്നായിട്ട് ചെയ്തേനെ. ആ ഒരു ചെറിയൊരു എറർ ജിങ്കൻ അവിടെ പറ്റി. ആ ഒരു എറർ കവറപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 2-0 വിൻ വന്നേനെ. പക്ഷെ ജിങ്കൻ പ്ലേഡ് ആൻഡ് റിയലി ഗുഡ് ഗെയിം. സോ hats off to Jingan and everyone in the teammates, especially Mehtab Hussain and the people who scored goal. Dakan Snason, Aaron Hughes, പിന്നെ വിനീത് നന്നായിട്ട് കളിച്ചു, ജർമ്മൻ നന്നായിട്ട് കളിച്ചു, റാഫിയുടെ രീതിയിൽ നന്നായിട്ട് കളിച്ചു. പിന്നെ മെഹ്താബ് ഹുസൈൻ ഒരു ലക്ഷം പറഞ്ഞു. പിന്നെ ഹെങ്ബർട്ട്, മുഹമ്മദ് ഇറങ്ങി എല്ലാവരും നല്ല ഗെയിമാണ് കളിച്ചത്. സോ നെക്സ്റ്റ് നമ്മള് ഹോസ് സൂപ്പർ ആയിരുന്നു. അതെ, ഹോസ് 2 ഷോട്ട് വെച്ചായിരുന്നു. സോ നെക്സ്റ്റ് ടൈം നമ്മള് കൊൽക്കത്തയിലേക്കാണ് പോകാൻ പോകുന്നത്. സോ കൊൽക്കത്തയില് ഇതായിരിക്കും നമ്മുടെ പോലത്തെ അവസ്ഥയായിരിക്കും. കൊൽക്കത്തയ്ക്ക് നല്ല സപ്പോർട്ടായിരിക്കും. നമ്മുടെ ഗെയിം ഇച്ചിരി കൂടെ വെറൈറ്റി കൂടെ കോച്ചിന് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ കൊൽക്കത്തയിലെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ എങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫൈനലിലേക്ക്, സെമി ഫൈനലിലേക്ക്, പ്ലേ ഓഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഒത്തുവരും. സോ who knows, എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ മാച്ച് ലെറ്റ്സ് വിൻ. Okay, so till then, next time, bye bye.